ഹലോ ഗായ്സ്, എല്ലാവർക്കും സർവൈവലിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗായ്സ്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊരു ഗോള് നമ്മൾ ചെയ്തില്ലായിരുന്നു. അത് നമ്മളൊരു ഐലൻഡ് കണ്ടുപിടിക്കുന്നതിൻ്റെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ അതും അതിനോടൊപ്പം തന്നെ നമ്മളൊരു മോക്ക് ഫാം കൂടി ഉണ്ടാക്കുന്നുണ്ട്. മോക്ക് ഫാമിൽ ഉണ്ടെങ്കിൽ നമുക്ക് മരം കിട്ടാൻ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. നമുക്ക് ബോൺ കിട്ടൂല. അപ്പോൾ ആ ബോൺ വെച്ച് ബോൺ മീലാക്കിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു ട്രീ ഫാം പോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് നേരെ എപ്പിസോഡിലോട്ട് പോവാം. ഇപ്പോൾ ഞാൻ ഓഫ് ക്യാമറയിൽ ചെറുതായിട്ടൊന്ന് മൈനിങ്ങിനൊക്കെ പോയായിരുന്നു. അപ്പോൾ മൈനിങ്ങിന് പോയപ്പോൾ എനിക്കൊരു കുറച്ച് 40 അയണൊക്കെ കിട്ടി. അപ്പോൾ ഞാനത് എൻ്റെ വീട്ടിൽ പെട്ടിക്കകത്ത് വെച്ചേക്കാണ്. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ടൂൾസും എല്ലാം എടുത്ത് ഇതിനകത്ത് വയ്ക്കും. എന്താ വെച്ചാൽ അത് പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ അയണുണ്ട്. നമ്മുടെ 18 അയണുണ്ടൊക്കെ അയൺ. പിന്നെ ഇവിടെ ഞാൻ വെച്ചു. പിന്നെ നിങ്ങൾ ഇത് കണ്ടാ ഇത് തന്നെ ഇരിക്കണേന്ന് കണ്ടാ നിങ്ങള്? നമുക്ക് 4 ഊള് കിട്ടി. ഞാനിവിടെ കേവിന്ന് എന്താ അയൺ മൈൻഡ് ചെയ്യാൻ പോയിട്ട് കയറി. ആ പട്ടി വലുതായാ? അയ്യോ, അതിന് കൊടുക്കാൻ എൻ്റെ ബോണും ഇല്ലല്ലോ. ഞാൻ ഫുള്ള് ബോൺ മീലും ആക്കി. അതിൽ കൂടെ നടന്നോളുമായിരിക്കും. ഞാൻ കേവില് മൈനിങ്ങിനോട്ട് കയറി വരുമ്പോൾ ഇവിടെ ഈ പട്ടിയാന്ന് തോന്നണ ആ ഷീപ്പിനകത്തും കൊന്നിട്ട് ഇവിടെ 5 ഊളും ഫുഡും കിടക്കണം. ഞാൻ ആ 5 ഊളും എടുക്കാൻ ചെന്നപ്പോൾ ഒരു സെറ്റ് ഊളും ഫുഡും ഡീസ്മണായിപ്പോയി. അപ്പോൾ ഞാൻ അതെടുക്കാണ്ട് ഞാൻ ഇവിടെ 4 മാത്രമേ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളത് കണ്ടായിരിക്കും ഈ ചെസ്സിനകത്ത്. ഇതെടുത്തിട്ട് അതുകൊണ്ട് ഇത്ര ഒരു ബെഡ് ഉണ്ടാക്കിയില്ല. കാരണം അത് റെക്കോർഡ് ചെയ്യാൻ നേരത്ത് നിങ്ങളെ കൂടി കാണിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്കൊരു ബെഡ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഈ മരം അങ്ങ് വെട്ടി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ബെഡ് അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ പ്ലാങ്ക് ആക്കിയിട്ട് ഒരു ബെഡ്. നമുക്ക് മഞ്ഞ ബെഡ് ഉണ്ടാക്കണോ? നമുക്കൊന്ന് മഞ്ഞ ബെഡ് ഉണ്ടാക്കാം. ഞാൻ അങ്ങനെ ബെസ്റ്റ് ഞാൻ എന്തിനാണാവോ അപ്പോൾ ബെഡ് ഉണ്ടാക്കിയത്. ഈ ബെഡ് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് അല്ല നമുക്ക് ഈ ബെഡ് ഈ ചെസ്റ്റിൻ്റെ ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്യാം. നമുക്ക് അയ്യോ എൻ്റെ ബെഡ്. നമുക്ക് ഈ ബെഡ് എടുത്തിട്ട് നമ്മുടെ ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചേക്കാം. കണ്ട് ഇവിടെ റേസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ബാക്കി ഒരു ഊള് വന്ന് നമുക്ക് ഇതിനകത്ത് എടുത്ത് വെച്ചേക്കാം. ഇപ്പോൾ ഈ സംഭവം എന്താ നിങ്ങൾക്കറിയാം? ഈ ടർട്ടിൽസ് കട്ടർ ഇതെന്താ അറിയാമെങ്കിൽ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാമെന്ന് വിചാരിച്ചു. നിനക്കറിയാമായിരിക്കുമോ? അറിയാമെങ്കിൽ ഒന്ന് താഴെ പറഞ്ഞേരെ. പിന്നെ നമ്മൾ ഈ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഐലൻഡ് കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഒരു മോക്ക് ഫാം ഉണ്ടാക്കണ്ടേ, അത് നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ അതിനാവശ്യമുള്ള കോബിൾസ്റ്റോണൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഞാൻ മൈനിങ്ങിന് പോകാൻ നേരത്ത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇത് തന്നെ മതിയാവില്ല, കുറച്ചും കൂടി വേണം. അപ്പോൾ ഈ മൈനിങ്ങിന് വേണം. നിങ്ങൾ ഈ എൻ്റെ ഈ ടർട്ടിൽസ് കട്ട് എന്നാണെന്ന് താഴെ പറഞ്ഞുതരാം. ഞാൻ ഓർത്ത് ഇത് മറ്റേ ടർട്ടിൻ്റെ ഒരു ഹെൽമെറ്റ് ഇല്ലേ, ഞാൻ ഓർത്ത് അതാണെന്നാ. പക്ഷേ അതല്ല. അതെന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും, നോക്കാമല്ലോ. ഇവന് കയറിയിട്ട് ഇവിടെ നിന്ന് ഡീസ്മോണായി പോയില്ലേ? എൻ്റെ കയ്യിലൊക്കെ ആവട്ടെ. നമുക്ക് ഒരു ബോട്ട് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് വല്ല വില്ലേജോ ഐലൻഡോ വല്ലതും കിട്ടുമോ നോക്കാം. ഐലൻഡ് കിട്ടിയാലാണ് വില്ലേജ് കിട്ടുള്ളൂ. അത് വേറെ നമ്മുടെ ബോട്ട് ഇവിടെ ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് പോവേ. നമുക്കൊരു ചെറിയൊരു ബേസും വേണം. ബേസ് ഇല്ലാണ്ട് നടപടി ആവില്ല. കണ്ട് ഈ ബെഡും ജസ്റ്റൊക്കെ എടുത്ത് നേരെ ബേസിൻ്റെ അകത്തോട്ട് കൊണ്ടുവയ്ക്കണം. ഇനി ഇതിപ്പോൾ വല്ല ഐലൻഡിൽ എത്തുമോ പോലും നമുക്ക് നോക്കി നോക്കാം. ഞാൻ എന്താ കണ്ടുപിടിച്ചെന്നുണ്ടാ? ഒരു മോണുമെൻ്റ് ആണാ കാണുന്നത്. അപ്പോൾ നമുക്കൊരു മോണുമെൻ്റ് സെറ്റായി. ഇനി അതിൻ്റെ അടുത്ത് തന്നെ വല്ല ഷിപ്പറെഗും കൂടി ഉണ്ടോ നമുക്കൊന്ന് നോക്കണമൊക്കെ. ഷിപ്പറെഗ് ഉണ്ടെങ്കിൽ സെറ്റായിരിക്കും. ഈ സ്ഥലം എങ്ങോട്ടാന്ന് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഞാൻ ഇപ്പോൾ വന്ന വഴി എനിക്ക് ഓർമ്മയുണ്ട്. ആ വഴി നമുക്ക് ഇങ്ങോട്ട് വന്നാൽ പോരെ. അയ്യോ, ഗാർഡിയൻ ഉണ്ടല്ലോ സൈഡിൽ. നമ്മൾ അറ്റാക്ക് ചെയ്തില്ല, കണ്ടുപോലുമില്ല. എല്ലാ ഐലൻഡ് കിട്ടുമെന്നൊന്നും കൂടി നോക്കാം. ബാക്ക് ടു എക്സ്പ്ലോറിങ്. അതൊരു ഷിപ്പറൊക്കെയല്ലേ കാണണേ?
ആ അങ്ങനെ ഒരു ഷിപ്പറൊക്കെ കിട്ടി. നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. ഇതിനകത്ത് ആ ഒരു ചെസ്റ്റ് അവിടെ എനിക്ക് താഴൊരു മുറി ഉണ്ടാവും. അപ്പോൾ അവിടെ ആവാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, ഞാൻ ആ ഒരു ചെസ്റ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എൻ്റെ ബബിൾ കയറുന്നതിൻ്റെ മുമ്പ് ഞാൻ മേളിലോട്ട് കയറിക്കോട്ട്. ഞാനിപ്പോൾ നോക്കാം ചെസ്റ്റിൽ എന്തുണ്ട്. ഒരു ക്ലോക്ക് ഇരിക്കണ്ട. ട്രഷർ മാപ്പും ഉണ്ട്. പൊങ്ങിക്കോ. സെറ്റ്. ഇനി കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് ട്രഷർ മാപ്പ് കിട്ടിയിട്ടുണ്ട്. ട്രഷർ ഇനി എങ്ങോട്ടാണ് വന്ന് ഈ ക്ലോക്കൊക്കെ ഇങ്ങനെ ഷിപ്പ്രഗിൽ ഫോണാവോ? അപ്പോൾ നമ്മുടെ അങ്ങോട്ടായിട്ട് വരും ആ ഒരു ട്രഷർ. ഇവിടെ ആയിട്ടാണ്. അതായിരിക്കുന്നു. ഹാർട്ട് ഓഫ് ദ സീ. അല്ല, ഫുഡ് കിട്ടിയായിരുന്നു. ഒരു ഫുഡും കിട്ടിയില്ല. നമുക്കിവിടെ വല്ലോ. അതെ മോനെ, നീ ഇങ്ങ് വന്ന് എനിക്ക് നിന്നെ വേണം. തന്നു. വേറെ എന്തുണ്ട്? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാ? ഞാനിത് ട്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി മൈൻഡ് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും രാവിലെ. ഇപ്പൊ തന്നെ ഇത് കുക്ക് ചെയ്ത് കഴിക്കണോ? വേണ്ട, കുക്ക് ചെയ്യാണ്ട് തന്നെ അങ്ങ് അകത്താക്കിയേക്കാം. അല്ലെങ്കിൽ കുക്ക് ചെയ്യാം. ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഫർണേസ് ഇല്ല. അപ്പോൾ നമുക്കൊരു ഫർണേസ് വേണം. വയ്ക്കാം. ഇത് വേറെ വല്ല സ്പോണായോ? വേറെ ഒന്ന്. ഉണ്ട്. ഒരു പിഗ്. അതെ, അടുത്ത 2 പന്നിയാ. അത് എത്ര പന്നിയാ? 2 പന്നി. ഷുഗർ കെയിനും കിട്ടി. നമുക്കിനി ഷുഗർ കെയിൻ ഫാർം ചെയ്യാലോ. ഓടിക്കോ എൻ്റെ ഫുഡ്. നമ്മുടെ ഹങ്കർ ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വന്ന വഴിയും ഞാൻ മറന്നു പോയല്ല. അതിപ്പോൾ കുഴപ്പമില്ല. അയ്യോ, ഞാൻ ഇനി എന്താണ്? ഞാൻ വന്ന വഴി മറന്നുപോയി. പൊട്ടിച്ചുകൊണ്ട് വേഗം പോവാടാ. അവിടെ ഞാൻ വന്നത് ഇപ്പുറത്തെ ഐലൻഡിലായിട്ടായിരുന്നു വന്നപ്പോൾ ഉള്ളത്. കൂട്ടി കയറിക്കോ. ബാക്കിലോട്ട്. അല്ല, നമുക്ക് അങ്ങോട്ടല്ലേ പോകണ്ടേ? നമുക്ക് അങ്ങോട്ട് പോവാം. അല്ല, വില്ലേജ് കിട്ടുമോയെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു ഐലൻഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്പൂസ് ബയോം ആണ്. അപ്പോൾ ഇവിടുത്തെ ഇത് ഒരു ഐസിൻ്റെയും കൂടി ഒരു ബയോമാണ്. അപ്പോൾ ഇവിടെ സ്പ്രൂസ് മരം ഉണ്ട്. അതോ ഒരു വില്ലേജ് ഇരിക്കണം. അല്ല, ഇവിടെ തൊട്ടേ വില്ലേജ് ആണല്ലോ. അങ്ങോട്ട് ബോൺഫയർ ഒക്കെ ഇരിക്കുന്നുണ്ട്. ബോൺഫയർ എനിക്ക് അയ്യോ, ഇത് ചാർക്കോളായിട്ടായിരുന്നോ കിട്ടുള്ളൂ? ഞാൻ പറ്റിക്കപ്പെട്ടു. എൻ്റെ കയ്യിൽ നിറച്ച് ചവറാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതായിരിക്കും നല്ലത്. സംഭവം ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് ബോട്ട് വിത്ത് ചെസ്റ്റ് ഉണ്ടാക്കാം. ഒരു ബോട്ട് വിത്ത് ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ബോട്ട് വിത്ത് ചെസ്റ്റിനകത്ത് ഇവിടെ തന്നെ ഇരിക്കണോ? അതോ ഈ ഐസി കൊണ്ട് വെച്ചേക്കാം. കയറിയിരിക്കണോ? എന്നിട്ട് നമ്മുടെ ഈ ഹാർട്ട് ഓഫ് ദി സീ ഒക്കെ ഇതിനകത്ത് ഇരിക്കട്ടെ. ഹാർട്ട് ഓഫ് ദി സീ നമുക്ക് ഭയങ്കര അത്യാവശ്യമുള്ള സാധനമാണ്. നമുക്ക് നമ്മുടെ ഇൻവെൻറ്ററി വഴി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഈ വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം.
നമ്മുടെ യാത്ര തുടങ്ങാം. ഞാനിങ്ങനെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ പിന്നെ നമുക്ക് കിട്ടിയ സാപ്ലിംഗ് ഒക്കെ നമ്മളിവിടെ നട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇവിടെ നമ്മൾ 4 ഫുള്ള് നട്ടു, പിന്നെ 2 അവിടെ ഓരോന്ന് നട്ടു. ഇനി നമുക്ക് ആ 4 നട്ട് നമുക്കൊന്ന് ബോൺ മീൽ ചെയ്ത് നോക്കാം. നമ്മുടെ കയ്യിൽ 7 ബോൺ മീൽ ഓൾറെഡി ഉണ്ട്. നമുക്ക് ഈ ബോൺ മീൽ ചെയ്യാം. എത്ര ബോൺ മീൽ വളരെ ആവോ? 1 2 3. ഇത് ലാസ്റ്റത്തെ ആണല്ലോ. ഇല്ല, വളർന്നില്ല. അതിനാ പോലും വളരാത്ത. ആർക്കറിയാതെ അവിടെ ഇരുന്ന് വളർന്നു പോകാതിരിക്കുന്നു. നമുക്ക് എന്താ ചെയ്യണ്ടേ? നമ്മളൊരു ഐലൻഡ് കണ്ടുപിടിച്ചു, നമ്മളൊരു വില്ലേജും കണ്ടുപിടിച്ചു. പിന്നെ ഞാൻ വെള്ളത്തിൻ്റെ അടിയിൽ ഞാൻ ഇങ്ങനെ ബോട്ട് തുഴഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു. വെള്ളത്തിൻ്റെ അടിയിൽ ഒരു റൂയിൻ്റെ പോർട്ടൽ കണ്ടു. ഞാൻ അവിടേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ എനിക്കിങ്ങനെ ഗോൾഡൻ നഗട്ടും ഗോൾഡൻ്റെ ഹെൽമെറ്റൊക്കെ കിട്ടി. പിന്നെ 2 ഒബ്സിഡിയൻ കിട്ടി. നമുക്കിനി നമ്മുടെ മോപ്പ് ഫാമിൻ്റെ പണി തുടങ്ങാം. മോപ്പ് ഫാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു വീടും കൂടി ഉണ്ടാക്കണോ? കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എപ്പിസോഡിലൊരു വീടും കൂടി ഉണ്ടാക്കുമെന്ന്. അപ്പോൾ നമുക്ക് ആ മോപ്പ് ഫാമിന് പകരം നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ഇതുണ്ടാക്കാം, എന്താ വീട്. അപ്പോൾ ബ്രോയോടാണ് പറയണേ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഉണ്ടാക്കാമൊക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കും. നമുക്ക് അങ്ങോട്ടുള്ളൊരു പാത്ത് വല്ലതും ഒന്ന് റെഡിയാക്കാം. ഞാൻ ഒരു പ്ലാറ്റ്ഫോം റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിത് മതിയായിരിക്കും. നമുക്കിനി ഇതിൻ്റെ മേളിൽ നമുക്കൊന്ന് പണിഞ്ഞു തുടങ്ങിയാൽ മാത്രം മതി. ഇങ്ങോട്ട് അങ്ങനെ അങ്ങ് പണിഞ്ഞേക്കാം. അത് പണിയണതിൻ്റെ ഒരു ചെറിയൊരു ടൈം ലാപ്സ് ഉണ്ട്, കണ്ടിട്ട് വാ.
ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ നമ്മുടെ മോക്ക് ഫാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നല്ല റിസൾട്ടാണെന്ന് തോന്നുന്നത്. ഇവിടെ കുറേ മോപ്സൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവന്മാരൊന്ന് കൊന്നു നോക്കാം. നല്ല റിസൾട്ടാണെന്ന് തോന്നുന്നു. നമുക്ക് ഇവന്മാരൊന്ന് കൊന്നു നോക്കാം. ക്രീപ്പർ നമ്മൾ റീച്ച് ആവുമോ? റീച്ച് ആവും. ഇവന്മാരെ കൊന്ന നല്ല XP കിട്ടും ഗൈസൊക്കെ. XP ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. XP കുറേ ഇഷ്ടം പോലെ കിട്ടും. നമുക്കിവിടെ ഒരു ഹോപ്പറും കൂടി വെച്ച് താഴെ ചെസ്റ്റൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്യാമായിരുന്നു. നമുക്കന്ന് അതും കൂടി അങ്ങ് ചെയ്ത് വെച്ചേക്കാം. ഞാൻ ഇവിടെ ഹോപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്തോളൂ. ഓക്കെ, ഞാൻ ഇത് റീബിൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഇച്ചിരി ഓട്ടോമാറ്റിക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 4 ക്യാമ്പ് ഫയറും കൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഓട്ടോമാറ്റിക് ആയിക്കോളും. നമ്മളിനി അവിടെ പോയി AFK നിൽക്കണ്ട. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇനി സർവൈവലിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.